നമുക്കിന്ന് സിമ്പിളായിട്ട് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ 5 മുട്ട ഉപയോഗിച്ചിട്ടാണ് എഗ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാണെങ്കിൽ നമുക്കൊരു 5 എണ്ണം വരെ എടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഉള്ളി ഒന്ന് വഴന്ന് വന്നാൽ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാം. ചില്ലി ഓപ്ഷണലാണ്. ജിഞ്ചർ ഗാർലിക് മാത്രമാണെങ്കിൽ അതും മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നേരത്തെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നാൽ നമുക്കതിൽ മസാലയായിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. പിന്നെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്കതിൽ ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അടി പിടിക്കാതെ സൂക്ഷിക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി. നന്നായിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പം അതിനുശേഷം നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. ഗരം മസാല അവസാനം ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പം അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് നമ്മുടെ മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാഫായിട്ട് കട്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് മുട്ട ആഡ് ചെയ്ത് ജസ്റ്റ് ഇതിന് മേലെ കുറച്ച് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാം. മുട്ട ഒരു സൈഡിൽ നിന്ന് ബോയിലായി വരുമ്പോഴേക്കും നമുക്ക് കറിയും ഇവിടെ റെഡിയാകും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. താങ്ക്